അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട 6ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് വേണ്ടിയാണ്. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 6 ഫിഖ്ഹുൽ ഇസ്ലാമിലെ 16ാമത്തെ പാഠത്തിൻ്റെ തദ്രീബാത്താണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ക്ലാസ് 6 ഇതുവരെ എടുത്ത പാഠങ്ങളുടെ തദ്രീബാത്ത് വേണമെങ്കിൽ കൂട്ടുകാർ എൻ്റെ ചാനൽ പ്ലേലിസ്റ്റിൽ പോയി നോക്കിയാൽ എളുപ്പത്തിൽ കിട്ടുന്നതാണ്. തദ്രീബാത്തെല്ലാം നോക്കുന്നതിന് മുമ്പ് ഈ പാഠത്തിൽ കൊടുത്തിരിക്കുന്ന കാര്യം നമുക്കൊന്ന് വായിച്ച് മനസ്സിലാക്കാം. അൽ വഹദത്തു സാദിസ്ത അഷർ, 16ാമത്തെ പാഠം. അഫ്ലാ ഉഹിബ്ബു അൻ അകൂന അബ്ദൻ ഷക്കൂറ. ആദ്യത്തെ പാരഗ്രാഫ് നോക്കൂ. കാലിൽ നീര് വരുന്നതുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി നിസ്കരിക്കാറുണ്ടായിരുന്നു. ഒരിക്കൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, അങ്ങയുടെ സ്ഥാനം അല്ലാഹു തആല മഹത്തരമാക്കിയിരിക്കുന്നു, പിന്നെന്തിനാണ് അങ്ങ് പ്രയാസപ്പെടുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു ചോദിച്ചു, നന്ദിയുള്ള അടിമയാകാൻ ഞാൻ ആഗ്രഹിക്കേണ്ടയോ? സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കണം. അവ ഫർള് നിസ്കാരത്തിൽ വരുന്ന ന്യൂനതകളെ നികത്തുന്നതാണ്. സുന്നത്ത് നിസ്കാരം 2 വിധമാണ്, മുത്ലഖും മുഖയ്യദും. സമയവുമായോ കാരണവുമായോ ബന്ധമില്ലാത്ത നിസ്കാരമാണ് മുത്ലഖ്. അതിലേതെങ്കിലും ഒന്നിനോട് ബന്ധമുള്ളതാണ് മുഖയ്യദ്. നിസ്കാരം കറാഹത്തില്ലാത്ത ഏത് സമയങ്ങളിലും മുത്ലഖായ സുന്നത്ത് നിസ്കാരം നിർവഹിക്കാം. മുത്ലഖിൽ ചുരുങ്ങിയത് 1 റക്അത്താണ്, കൂടിയതിന് പരിധിയില്ല. ഓരോ 2 റക്അത്തിൽ നിന്നും സലാം ചൊല്ലി നിസ്കരിക്കുകയാണ് ഏറ്റവും ശ്രേഷ്ഠം. അത് ജമാഅത്തായി നിർവഹിക്കൽ സുന്നത്തില്ല. മുഖയ്യദ് 2 വിധമാണ്, ജമാഅത്ത് സുന്നത്തുള്ളതും അല്ലാത്തവയും. പെരുന്നാൾ നിസ്കാരം, ഗ്രഹണ നിസ്കാരം, മഴ തേടിയുള്ള നിസ്കാരം, തറാവീഹ്, റമളാനിലെ വിത്ർ നിസ്കാരം എന്നിവ ജമാഅത്ത് സുന്നത്തുള്ള മുഖയ്യദായ സുന്നത്ത് നിസ്കാരമാണ്. റവാത്തിബ്, ളുഹ, തഹിയ്യത്ത്, ഇസ്തിഖാറത്ത്, അവ്വാബീൻ, തഹജ്ജുദ്, ഇഹ്റാമിൻ്റെ നിസ്കാരം, വുളൂഇൻ്റെ നിസ്കാരം, യാത്രയുടെ നിസ്കാരം, ഹാജത്ത് നിസ്കാരം, തുവാഫിൻ്റെ നിസ്കാരം തുടങ്ങിയ നിസ്കാരങ്ങൾ ജമാഅത്ത് സുന്നത്തില്ലാത്തവയാണ്. സൂര്യൻ ഉദിച്ച് പൊങ്ങിയത് മുതൽ ളുഹർ വരെയാണ് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയം. അത് 2 റക്അത്തുകളാണ്. ചെറിയ പെരുന്നാൾ നിസ്കാരം അല്പം വൈകിയും വലിയ പെരുന്നാൾ നിസ്കാരം നേരത്തെയും നിസ്കരിക്കൽ സുന്നത്താണ്. അതിൻ്റെ ആദ്യ റക്അത്തിൽ ദുആഉൽ ഇഫ്തിതാഹിന് ശേഷം 7 തക്ബീറും 2ാം റക്അത്തിൽ 5 തക്ബീറും ചൊല്ലണം. തക്ബീറുകൾക്കിടയിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ദിക്ർ ചൊല്ലൽ സുന്നത്താണ്. 1ാം റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തു ഖാഫ് അല്ലെങ്കിൽ സബിഹിസ്മ ഓതലും 2ാം റക്അത്തിൽ ഇഖ്തറബ അല്ലെങ്കിൽ ഹൽ അത്താക്ക ഓതലും സുന്നത്താണ്. നിസ്കാരത്തിന് ശേഷമാണ് അതിൻ്റെ ഖുത്ബ നിർവഹിക്കേണ്ടത്. ഗ്രഹണം തുടങ്ങിയത് മുതൽ അവസാനിക്കുന്നത് വരെയാണ് ഗ്രഹണ നിസ്കാരത്തിൻ്റെ സമയം. ചുരുങ്ങിയത് 2 റക്അത്തുകളാണ്. 1 റക്അത്തിൽ 2 ഖിയാമും 2 റുകൂഉം ഉണ്ടാകും. 2ാം ഖിയാമിലേക്കും 4ാം ഖിയാമിലേക്കും സമി അല്ലാഹു ലിമൻ ഹമിദ പറഞ്ഞാണ് ഉയരേണ്ടത്. വെള്ളത്തിന് പ്രയാസപ്പെടുന്ന സമയത്താണ് ഇസ്തിസ്ഖാ നിസ്കരിക്കുക. പെരുന്നാൾ നിസ്കാരം പോലെയുള്ള 2 റക്അത്തുകളാണ് ഇത്. ഈ നിസ്കാരത്തിൻ്റെ ഖുത്ബയിൽ തക്ബീറിന് പകരം ഖത്തീബ് ഇസ്തിഗ്ഫാർ ചൊല്ലുകയും ദുആഇൻ്റെ സമയം ഖിബ്ലയ്ക്ക് മുന്നിടുകയും ചെയ്യേണ്ടതാണ്. റമളാനിലെ രാത്രികളിൽ 10 സലാമോടെ നിർവഹിക്കേണ്ട 20 റക്അത്ത് നിസ്കാരമാണ് തറാവീഹ്. ഇഷ നിസ്കരിച്ചത് മുതൽ ഫജ്ർ വരെയാണ് അതിൻ്റെ സമയം. സ്വഹാബികൾ മുതൽ ഇന്നോളമുള്ള ലോക മുസ്ലിങ്ങൾ 20 റക്അത്തുകളായാണ് തറാവീഹ് നിർവഹിക്കുന്നത്. ഇഷ നിസ്കരിച്ചത് മുതൽ ഫജ്ർ വരെയാണ് വിത്രിൻ്റെ സമയം. ചുരുങ്ങിയത് 1 റക്അത്തും പൂർണ്ണതയുടെ ചെറിയ രൂപം 3 റക്അത്തുകളുമാണ്. 11 റക്അത്തുകളാണ് പരിപൂർണമായ രൂപം. സബിഹിസ്മ, അൽ കാഫിറൂൻ, അൽ ഇഖ്ലാസ്, വൽ മുഅവ്വിദത്തൈനി എന്നീ സൂറത്തുകൾ യഥാക്രമം അവസാന 3 റക്അത്തുകളിൽ ഓതൽ സുന്നത്താണ്. വിത്രിന് ശേഷം സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ് എന്ന് 3 തവണ പറയലും 3ാമത്തേത് ശബ്ദമുയർത്തി പറയലും സുന്നത്താണ്. മുഅക്കദായ റവാത്തിബ് 10 റക്അത്തുകളും മുഅക്കദ് അല്ലാത്തവ 12ഉമാണ്. ഖബ്ലിയായ റവാത്തിബിനെ ഫർള് നിസ്കാരത്തിന് ശേഷവും നിസ്കരിക്കാവുന്നതാണ്, ഖളാ ആവുകയില്ല. സൂര്യോദയം കഴിഞ്ഞ് ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞതു മുതൽ ഉച്ചയാകുന്നത് വരെയാണ് ളുഹായുടെ സമയം. അതിലെ ചുരുങ്ങിയത് 2 റക്അത്തും ഏറ്റവും ശ്രേഷ്ഠം 8ഉമാണ്. ഓരോ 2 റക്അത്തുകളിലും സലാം വീട്ടണം. ആദ്യ 2 റക്അത്തുകളിൽ സൂറത്തു ഷംസ്, ളുഹ എന്നിവയോ അൽ കാഫിറൂൻ, ഇഖ്ലാസ് എന്നിവയോ ഓതൽ സുന്നത്താണ്. വളരെ ശ്രേഷ്ഠതയുള്ള ഒരു നിസ്കാരമാണ് തഹജ്ജുദ് നിസ്കാരം. ഇഷായിൻ്റെ വക്ത് പ്രവേശിച്ചതിനു ശേഷം
ഉറങ്ങി ഉണർന്നത് മുതൽ സുബഹ് വരെയാണ് അതിൻ്റെ സമയം. ഇത് 2 റക്അത്തുകൾ മുതൽ എത്രയുമാവാം. അത്താഴ സമയമാണ് അതിന് ഏറ്റവും ഉത്തമം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ രാത്രി നിസ്കരിക്കണം. അത് നിങ്ങൾക്ക് മുമ്പുള്ള സ്വാലിഹീങ്ങളുടെ ശീലമാണ്. അത് അള്ളാഹു തആലയോട് അടുപ്പിക്കുന്നതിനുള്ള ഒരു മാർഗമാണ്. പാപം ചെയ്യുന്നതിൽ നിന്ന് അത് നിങ്ങളെ തടയുന്നു. മോശമായ പ്രവൃത്തികൾക്ക് പ്രായശ്ചിത്തമാകുന്നു. ശരീരത്തിൽ നിന്നും രോഗത്തെ പുറംതള്ളുന്നു. കൂട്ടുകാർക്ക് ഈ പാഠം മനസ്സിലാകില്ലേ? നമുക്കിനി ഈ പാഠത്തിൻ്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിൽ ഒന്നാമത്തെ പ്രവർത്തനം നുജുബ് ബിക്കലിമത്തും വാഹിദ, ഒറ്റവാക്കിൽ ഉത്തരം എഴുതാനുള്ളതാണ്. 1. ഫർള് നിസ്കാരത്തിൽ വരുന്ന ന്യൂനതകൾ പരിഹരിക്കും. ഏത്? ഉത്തരം സുന്നത്ത് നിസ്കാരങ്ങൾ. 2. സുന്നത്ത് നിസ്കാരം എത്ര വിധം? ഉത്തരം 2 വിധം. 3. മുത്തലക്കായ സുന്നത്ത് നിസ്കാരം ചുരുങ്ങിയത് എത്ര റക്അത്ത്? ഉത്തരം 1 റക്അത്ത്. അടുത്ത പേജ് നോക്കൂ. 4. പെരുന്നാൾ നിസ്കാരം എത്ര റക്അത്ത്? ഉത്തരം 2 റക്അത്ത്. 5. 1 റക്അത്തിൽ 2 റുക്കൂ ഉള്ള നിസ്കാരം ഏത്? ഉത്തരം ഗ്രഹണ നിസ്കാരം. 6. തറാവീഹ് നിസ്കാരം എത്ര റക്അത്ത്? ഉത്തരം 20 റക്അത്ത്. തദ്രീബാത്തിൽ രണ്ടാമത്തെ പ്രവർത്തനം നുക്കമ്മിൽ, വിട്ട ഭാഗം പൂരിപ്പിക്കാനുള്ളതാണ്. 1. വിത്ർ നിസ്കാരത്തിൻ്റെ പരിപൂർണമായ രൂപം ഡാഷ് റക്അത്താണ്. അവിടെ പൂരിപ്പിക്കേണ്ടത് 11. വിത്ർ നിസ്കാരത്തിൻ്റെ പരിപൂർണമായ രൂപം 11 റക്അത്താണ്. 2. മൂക്കതായ റവാത്തിബ് സുന്നത്തുകൾ ഡാഷ് റക്അത്താണ്. പൂരിപ്പിക്കേണ്ടത് 10. മൂക്കതായ റവാത്തിബ് സുന്നത്തുകൾ 10 റക്അത്താണ്. 3. അത്താഴ സമയമാണ് ഡാഷ് നിസ്കാരത്തിന് ഏറ്റവും ഉത്തമം. അവിടെ പൂരിപ്പിക്കേണ്ടത് തഹജ്ജുദ്. അത്താഴ സമയമാണ് തഹജ്ജുദ് നിസ്കാരത്തിന് ഏറ്റവും ഉത്തമം. 4. തഹജ്ജുദ് നിസ്കാരം ശരീരത്തിൽ നിന്ന് ഡാഷ് പുറംതള്ളുന്നു. അവിടെ പൂരിപ്പിക്കേണ്ടത് രോഗത്തെ. തഹജ്ജുദ് നിസ്കാരം ശരീരത്തിൽ നിന്ന് രോഗത്തെ പുറംതള്ളുന്നു. തദ്രീബാത്തിൽ മൂന്നാമത്തെ പ്രവർത്തനം തഖ്സീസ്. അതിൽ ഒന്നാമത്തത് ഈ പാഠത്തിൽ നിന്ന് 6 ചോദ്യങ്ങളും തയ്യാറാക്കി ഉത്തരമെഴുതുക. ഈ പാഠത്തിൽ നിന്ന് മൊത്തം 10 ചോദ്യങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള 6 ചോദ്യങ്ങൾ എഴുതാം. പഠിക്കുന്ന സമയത്ത് 10 ചോദ്യങ്ങളും പഠിക്കുക. 1. സുന്നത്ത് നിസ്കാരം എത്ര വിധം? അവ ഏവ? ഉത്തരം 2 വിധം. 1 മുത്തലക്ക്, 2 മുഖയ്യദ്. 2. മുത്തലക്കായ സുന്നത്ത് നിസ്കാരത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ രൂപം ഏത്? ഉത്തരം ഓരോ 2 റക്അത്തിൽ നിന്നും സലാം ചൊല്ലി നിസ്കരിക്കൽ. 3. പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയം വിവരിക്കുക. ഉത്തരം പെരുന്നാൾ ദിവസം സൂര്യൻ ഉദിച്ച് പൊങ്ങിയത് മുതൽ ളുഹ്ർ വരെ. 4. പെരുന്നാൾ നിസ്കാരത്തിൽ തക്ബീറുകൾക്കിടയിൽ ചൊല്ലേണ്ട ദിക്ർ ഏത്? ഉത്തരം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ദിക്ർ. 5. ഗ്രഹണ നിസ്കാരത്തിൻ്റെ സമയം ഏത്? ഉത്തരം ഗ്രഹണം തുടങ്ങിയത് മുതൽ അവസാനിക്കുന്നത് വരെ. 6. ഗ്രഹണ നിസ്കാരത്തിൻ്റെ പ്രത്യേകത എന്ത്? ഉത്തരം ഈ നിസ്കാരത്തിൽ 1 റക്അത്തിൽ 2 ഖിയാമും 2 റുകൂഉം ഉണ്ടാകും. 7. തറാവീഹ് നിസ്കാരത്തിൻ്റെ സമയമേത്? ഉത്തരം റമളാനിലെ രാത്രികളിൽ ഇശാ നിസ്കരിച്ചത് മുതൽ ഫജ്ർ വരെ. 8. വിത്രിൽ പൂർണ്ണതയുടെ ചെറിയ രൂപം എത്ര? ഉത്തരം 3 റക്അത്തുകൾ. 9. ദുഹാ നിസ്കാരത്തിൻ്റെ സമയമേത്? ഉത്തരം സൂര്യോദയം കഴിഞ്ഞ് ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞതു മുതൽ ഉച്ചയാകുന്നത് വരെ. 10. തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ സമയമേത്? ഉത്തരം ഇശാന്റെ വക്ത് പ്രവേശിച്ചതിനു ശേഷം ഉറങ്ങി ഉണർന്നത് മുതൽ സുബ്ഹ് വരെ. തഖ്സീസിൽ രണ്ടാമത്തത് പെരുന്നാൾ നിസ്കാരം, ഗ്രഹണ നിസ്കാരം, ഇസ്തിസ്കാർ നിസ്കാരം എന്നിവയുടെ രൂപം ഉസ്താദ് ക്ലാസ്സിൽ വിശദീകരിക്കുക. അപ്പോൾ അത് കൂട്ടുകാർക്ക് അവരവരുടെ ഉസ്താദുമാർ പഠിപ്പിച്ചു തരും. തഖ്സീസിൽ മൂന്നാമത്തത് സുന്നത്ത് നിസ്കാരങ്ങളുടെ മഹത്വങ്ങൾ എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക. നമുക്ക് തയ്യാറാക്കാം. ആദ്യം ഹെഡിങ് കൊടുക്കുക. സുന്നത്ത് നിസ്കാരങ്ങളുടെ മഹത്വങ്ങൾ. സുന്നത്ത് നിസ്കാരങ്ങൾക്ക് അതിമഹത്തായ സ്ഥാനം കൽപ്പിച്ചിട്ടുണ്ട്. അവ ഫർള് നിസ്കാരങ്ങളെ പൂർണ്ണമാക്കുന്നു. ഫർള് നിസ്കാരങ്ങളിൽ സംഭവിച്ചിരിക്കാവുന്ന വീഴ്ചകളെയും പോരായ്മകളെയും അവ പരിഹരിക്കുകയും ചെയ്യുന്നു. അവ നിർവഹിക്കുന്നത് മൂലം കപടഭക്തി കടന്നുകൂടാനുള്ള സാധ്യത കുറയും. സ്ഥിരമായ 12 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നവർക്ക് അള്ളാഹു സ്വർഗത്തിൽ ഒരു വീട് നൽകും. സുന്നത്ത് നിസ്കാരങ്ങൾ അധികരിപ്പിക്കുന്നതിലൂടെ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ സാധിക്കും. സുന്നത്ത് നിസ്കാരങ്ങളിലൂടെ പാപങ്ങൾ പൊറുക്കപ്പെടുകയും അള്ളാഹുവിൻ്റെ അടുക്കൽ പദവികൾ ഉയർത്തപ്പെടാൻ അത് കാരണമാവുകയും ചെയ്യുന്നു. അള്ളാഹുവിന് നന്ദി കാണിക്കുന്നതിൻ്റെ പരിപൂർണതയിൽ പെട്ടതാണ് സുന്നത്ത് നിസ്കാരങ്ങൾ. അവ അധികരിപ്പിക്കുന്നതിലൂടെ സ്വർഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാമീപ്യം ലഭിക്കുന്നതാണ്. നമസ്കാരത്തിൽ ഒരു പങ്കായ സുന്നത്ത് നിസ്കാരം വീടുകളിൽ നിർവഹിക്കുന്നത് മൂലം അവിടെ അനുഗ്രഹങ്ങളും മലക്കുകളും ഇറങ്ങുകയും വീടുകളിൽ ഗുണം വർദ്ധിക്കുകയും ചെയ്യുന്നു. കർമ്മങ്ങളെ നശിപ്പിക്കുന്ന മറ്റു കാര്യങ്ങളിൽ നിന്ന് മനുഷ്യനെ സുരക്ഷിതമാക്കുകയും ചെയ്യുന്നു. ഈ പാഠം കൂട്ടുകാർക്ക് മനസ്സിലാകില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്ത സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.